ഹായ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ദിയ കൃഷ്ണകുമാറിൻ്റെ ലൈവ് പ്രസവം എന്നൊരു കാര്യത്തിനെ പറ്റി നമ്മൾ കുറേ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓസി ടോക്കീസ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ചാനലിലൂടെയാണ് അവർ ആ വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത്. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൽ എല്ലാവരും തന്നെ പോസിറ്റീവ് കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. 99% ഞാൻ കണ്ടിരിക്കുന്നത് അതി പോസിറ്റീവ് കമൻ്റാണ്. പിന്നെ ആ വീഡിയോയിൽ മോശമായിട്ട് പറയാനുള്ള ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. മലയാളിയുടെ സദാചാര ബോധത്തിനെ വ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ ആ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അയ്യോ ഡോക്ടറുണ്ട് അമ്മ പറ്റുന്നില്ല. അമ്മ ശ്വാസം നീട്ടി വലിച്ചെടുത്ത് ദിയ എനിക്ക് തോന്നുന്ന ആ കൊച്ചിന്റെ അത് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാ. കാര്യം അത് കാണിച്ചതിനകത്ത് ഇപ്പൊ ഇതിനു വേണ്ടി തെറ്റെന്തുവാ? ഒന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രസവ സമയത്തെ കാര്യങ്ങൾ, ആ വേദനയൊക്കെ എല്ലാവരും ജീവിതത്തിൽ കടന്നു പോണതാണ്. പിന്നെ ഇത് പ്രസവ സമയത്ത് ഫാമിലിയെ കൂടെ നിർത്തി അതിപ്പോൾ അവർക്ക് ആ പ്രിവിലേജ് കിട്ടിയതിന് മറ്റുള്ളവർക്ക് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല. അപ്പം അവർക്ക് പൈസയുണ്ട്, മറ്റുള്ളവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അത് പറ്റുന്നില്ല എന്നൊന്നും. അതൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അവർക്ക് പൈസ ഉണ്ട്, അതിൻ്റെ പ്രിവിലേജ് ഉണ്ട്. ആ പൈസയും പ്രിവിലേജും ഒക്കെ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. നമ്മൾ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യം ഉണ്ടോ? പൈസ ഉള്ളവൻ ബെൻസിൽ പോവും, പൈസ ഇല്ലാത്തവൻ ഓട്ടോയിൽ പോവും. അതൊക്കെ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ മറ്റൊരാളുടെ കയ്യിലുള്ളത് നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമ്മളതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പൊതുവെ ആ യൂട്യൂബിൽ അവരിട്ടിരിക്കുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻസ് ആണ്. പക്ഷെ ഫേസ്ബുക്കിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അത് കൂടുതലും അസൂയക്കാരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. എങ്കിലും ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും വന്നിട്ട് പോസിറ്റീവ് കമൻറ്റ് തന്നെയാണ് ഇടുന്നത്. നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് പലരും. അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ഹായ് സിസ്റ്റേഴ്സ്, ആർ യു ഓൾ എക്സൈറ്റഡ്? Yes. Yeah. Excited both of you? Yes, very much. Okay. പിന്നെ കൃഷ്ണകുമാർ ഏട്ടനും സിന്ധു ചേച്ചിയും ആ കുട്ടികളെ വളർത്തിയിരിക്കുന്ന ആ ഒരു രീതി, അതാണ് ആ കുട്ടിക്ക് അത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ബോൾഡ്നെസ് കൊടുത്തത്. പിന്നെ അതിനോടൊപ്പം തന്നെ അശ്വിനെ പോലെ ഒരു ഹസ്ബൻഡും ഒരു ജമ്മാണ് ആ പയ്യൻ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അശ്വിൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിരി വരുന്നില്ലേ? നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു, പക്ഷെ ചിരി വരുമ്പോഴത്തേക്കും വേദന വരുമ്പോൾ ഞാനങ്ങ് ചിരി പതുക്കെ അങ്ങ് നിർത്തും. കോമഡിയൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ആള്. ആ പ്രസവ സമയത്ത് ആ പയ്യൻ ആ കുട്ടിക്ക് കൊടുക്കുന്ന കെയറും കാര്യങ്ങളും ഒക്കെ ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഇഷ്ടം തോന്നും. പൊതുവെ ഈ ദിയയുടെ അശ്വിൻ്റെ ഒക്കെ വ്ളോഗ്സ് ഒത്തിരി ഇഷ്ടത്തോടെ കാണുന്ന ആളാണ് ഞാൻ. എനിക്ക് കൃഷ്ണകുമാറേട്ടൻ്റെ ഫാമിലിയുടെ വ്ളോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ആ കുട്ടികളെ വളർത്തുന്ന ഒരു രീതിയും നമ്മുടെ സമൂഹത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും കിട്ടാത്തൊരു പ്രിവിലേജാണ് ആ കുട്ടികൾക്ക് കിട്ടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ വീഡിയോ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ആ സമയത്ത് ഒരമ്മ കടന്നു പോണ വേദന എന്താണെന്ന് മക്കളും അറിയണം.
അതേപോലെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആണുങ്ങളും അറിയാനായിട്ട് ആ വീഡിയോ അതിനൊരു അവസരം ഒരുക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ പ്രസവത്തിന് പോകുമ്പോൾ ഇപ്പം നമ്മളും ഡോക്ടറും നഴ്സുമാരുമാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, എല്ലാവരും പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്കൊരു വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ആരടുത്തും പറയാനില്ല. നമ്മൾ ഭയങ്കര ടെൻഷനിലാണ് അതിനകത്ത് ഇരിക്കുന്നത്. ഒന്നാമത് വേദനയുടെ ഒരിതും, പിന്നെ അതോടൊപ്പം എന്താവും എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടാവും. നമ്മളിങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. പ്രസവത്തിലൂടെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പലതും നമ്മളെ മനസ്സിലൂടെ അന്നേരം പലതും പോവും. അപ്പൊ ഈ വീഡിയോ ദിയ ഇട്ടപ്പ ആ രംഗങ്ങളൊക്കെ വന്നപ്പോ ശരിക്കും നമുക്കും ആ കുട്ടിയോടൊപ്പം നമുക്കും ആ പെയിൻ വരുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്കൊരു വല്ലാത്ത വേദന നമുക്ക് തന്നെ തോന്നും. ആ കുട്ടി വരുമ്പോൾ നമുക്കും അതേപോലെ സന്തോഷം തോന്നും. നമ്മൾ ആ ഫാമിലിയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. പിന്നെ കുറ്റം പറയുന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറ്റം പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. നമ്മളെ മലയാളികൾക്ക് പൊതുവെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു ആ ബേബിയെ ഫസ്റ്റ് കണ്ട മൊമെന്റിൽ വാട്ട് ഡിഡ് യു ഫീൽ? ഐ വാസ് വെരി ഹാപ്പി. ബിക്കോസ് എനിക്ക് സ്വയം എന്നെ പറ്റി അറിയാമല്ലോ. ഞാനെന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിന് ഒന്നും ചെറിയ പെയിൻ ടോളറൻസ് ഒന്നും പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ ഐ വാസ് പ്രൗഡ് ഓഫ് മൈസെൽഫ്. സത്യം പറഞ്ഞാൽ അശ്വിൻ, വാട്ട് ഡിഡ് യു ഫീൽ? ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഇത്രയും അടിപൊളിയായിട്ട് പുഷ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. കുറച്ചുകൂടെ ഭയങ്കര പുള്ളിക്കാരി നാല് പുഷ് ചെയ്തൊന്ന് ടക്കെന്ന് ഇറങ്ങി വന്നു. ഭയങ്കര ഇന്റൻസ് ആയിട്ടും ആ പുള്ളിക്കാരിയുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് നമുക്ക് ആക്ച്വലി ഇത് കിട്ടിയത്. അയ്യോ, ഒരു വല്ലാത്ത ഫീൽ ആണ് കേട്ടോ. ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ട് ലൈഫിലെ ഒരു ബെസ്റ്റ് മൊമെന്റ് അങ്ങനെ പറയാൻ പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഞാൻ ഓസിയെ കല്യാണം കഴിച്ചത് തന്നെയാണ്. അത് കഴിഞ്ഞാണ് ഇത്. പ്രസവം വിറ്റ് കാശാക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പം നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഇല്ലേ? സ്കിപ്പ് ചെയ്ത് പോയാൽ പോരെ. എത്രയോ പുതിയ യൂട്യൂബേഴ്സ് എത്രയോ നല്ല നല്ല വീഡിയോസ് ഇടുന്നു. ആ വീഡിയോസൊക്കെ വ്യൂ കിട്ടാതെ പോകുന്നു. ആൾക്കാർ സ്കിപ്പ് ചെയ്തല്ലേ പോണത്. അപ്പം ഇത് കാണുകയും വേണം, നെഗറ്റീവ് പറയുകയും വേണം. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കൃഷ്ണകുമാരേട്ടനും സിന്ധു ചേച്ചിയും അവരുടെ ഫാമിലിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റാണ്. കാര്യം അവരുടെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ടൊരു ഗ്രാൻഡ് ചൈൽഡ് വരുന്നതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ആൺകുട്ടിയും കൂടെ ആയപ്പോഴത്തേക്ക് അവരുടെ സന്തോഷം കുറെ കൂടെ കൂടിയിട്ടുണ്ടാവും. കാര്യം അത്രയും നാൾ 4 പെൺകുട്ടികളെ വളർത്തിയ ആൾക്കാരല്ലേ. ഒരു ആൺകുട്ടിയെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. First walk of his life. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒക്കെ അവരുടെ ഫാമിലിയുടെ സന്തോഷമാണ്. നമ്മളെ നല്ലത് പറയാനായിട്ട് പഠിക്കുക. എല്ലാത്തിനും കുറ്റം കാണുന്നത് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റം കാണുന്നവർ കണ്ടുകൊണ്ടേ ഇരിക്കും. അവരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. അവർ മൈൻഡ് ചെയ്യാതെ അവരുടെ മുന്നോട്ടുള്ള ലക്ഷ്യം എന്താണോ അവരതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ പരിശ്രമിക്കുന്ന കാരണം അവർ വളരുന്നു. നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നും അങ്ങനെ ഇരിക്കും. അവർ കാശുണ്ടാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരെ കുറ്റം പറയുന്നതിന് പകരം നിങ്ങളും അതേപോലെ ചെയ്യാൻ നോക്ക്. ഇപ്പോൾ കൃഷ്ണകുമാരേട്ടൻ BJP പോയതിന് ശേഷം ആ മനുഷ്യനാണെങ്കിലും അവരുടെ മകൾ അഹാനിക്കാണെങ്കിലും ഒരുപാട് സിനിമകളൊക്കെ കിട്ടാതെ ആയിട്ടുണ്ട്. പക്ഷെ അവർ ആ സമയത്ത് അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താന്ന് നോക്കിയിട്ട് അവരതിലേക്ക് വന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്പണിങ് അവിടെ കിടന്നപ്പോൾ അവരതിലേക്ക് വരെ അതിൽ കൂടെ അവർ എഫോർട്ട് ഇട്ട് കാശുണ്ടാക്കാൻ തുടങ്ങി. അത് അവരുടെ മിടുക്കാണ്. അത് കണ്ട് അസൂയപ്പെട്ടിട്ടും കുരു പൊട്ടിയിട്ടും ഒന്നും കാര്യമില്ലാന്നേ. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. അല്ലാതെ മറ്റുള്ളവരെ നെഗറ്റീവ് പറഞ്ഞിരുന്നുകൊണ്ടൊന്നും നമ്മളാരും വളരത്തില്ല.
നമ്മൾ എന്ത് പോസിറ്റീവ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഓരോരുത്തരും ചിന്തിക്കണം. ആ വീഡിയോയിൽ കുറേ സ്ത്രീകൾ ആ വീഡിയോയിൽ കമൻ്റായിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് പോയതും ആ സമയത്ത് അവിടെ നിന്നുണ്ടായ മോശം പെരുമാറ്റങ്ങളും പിന്നെ നല്ലൊരു ബാത്റൂം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും അതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എനിക്കൊന്നും ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ 2 പ്രസവവും പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചത് കൊല്ലത്തെ അത്യാവശ്യം നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടുള്ള ഉപാസന ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. അത് നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഡെലിവറി ആയിരുന്നു മൂത്തവൻ്റെ. 2ാമത്തെ പ്രസവം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇളയ മോനുണ്ടാവുന്നത്. അത് ഇവിടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു 2ാമത്തെ മോനെ പ്രസവിച്ചത്. അത് സി സെക്ഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നോർമൽ ഡെലിവറിയും സി സെക്ഷനും 2ഉം കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉള്ള ബുദ്ധിമുട്ടൊന്നും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഏറെ പങ്കും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടു. അത് ഇന്ത്യയിൽ ആദ്യത്തെ പ്രസവം, ലോകത്തിൽ ആദ്യത്തെ പ്രസവം, പിന്നെ എന്താ ഈ കുട്ടി അനാഥനാണോ, ഇതിന് അച്ഛനും അമ്മയും ഒന്നുമില്ലേ, ആഹാന കൃഷ്ണകുമാർ ആ കുട്ടീനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന പോസ്റ്റിൻ്റെ അടിയിലാണ് ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ലേ, ഈ കുട്ടി അനാഥനാണോ, പിന്നെ നാളെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഹർത്താൽ. വല്ലാത്ത ജാതി മനുഷ്യരാണ് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നത്. ഇത് മാത്രമല്ല, വേറെ കുറേ അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കണ്ടു. അത് ഞാൻ ഇത് കാണിക്കാം. പിന്നെ അവരുടെ കുടുംബത്ത് ആദ്യമായിട്ടൊരു ആൺകുട്ടി ഉണ്ടാവുക. കൃഷ്ണകുമാരേട്ടനും സിന്ധു ചേച്ചിക്കും 4 പെൺമക്കളാണ്. പിന്നെ ഈ വീഡിയോയിൽ പൊതുവെ ആരും പൈസയുടെ ഒരു പ്രിവിലേജിനെ പറ്റിയൊന്നും ആരും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. ഇതേപോലെ കുറച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ മാത്രമേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ആ കുടുംബത്തിലെ സ്നേഹമാണ്, ആ ബോണ്ടിങ് ആണ് പൊതുവെ എല്ലാവരും പറയുന്ന വിഷയം. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബോണ്ടിങ്ങും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനും ഒക്കെ ആ ഫാമിലിയിൽ നമ്മൾ കണ്ടു പഠിക്കണം. ദിയയ്ക്കും അശ്വിനും പിറന്നു വീണ പൊന്നോമനയ്ക്കും കൃഷ്ണകുമാരേട്ടൻ്റെ എൻ്റെ ഫാമിലിക്ക് ഒരുപാട് ആശംസകൾ നേരുന്നു. ആ കുഞ്ഞ് ഒരുപാട് സൗഭാഗ്യമുള്ള കുഞ്ഞായിട്ട് വളർന്നു വരട്ടെ. നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.